നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് WKB അപ്രോക്സിമേഷൻ ആണ്. മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വേരിയേഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു മെത്തേഡായിരുന്നു. എന്തിന്? സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പോൾ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ഷ്രോഡിഞ്ചർ ഇക്വേഷൻസ് ഉണ്ട്, ആ ഇക്വേഷൻസിന് സൊല്യൂഷൻസ് ഉണ്ട്. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പെർട്ടർബേഷൻ മെത്തേഡായാലും വേരിയേഷണൽ പ്രിൻസിപ്പിൾ ആയാലും WKB അപ്രോക്സിമേഷൻ മെത്തേഡായാലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെർട്ടർബേഷൻ തിയറിയുടെ ഡ്രോബാക്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് വേരിയേഷണൽ പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത്. എന്നാൽ വേരിയേഷണൽ പ്രിൻസിപ്പിൾ എല്ലാ ഏരിയാസിലും അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് WKB അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. ഈ WKB എന്ന് പറയുമ്പോൾ 3 സയൻറ്റിസ്റ്റ്, വിൻസെൽ, ക്രാമർ, ബ്രില്ലുവിൻ എന്ന് പറയുന്ന 3 സയൻറ്റിസ്റ്റുകളാണ് ഈ അപ്രോക്സിമേഷൻ ഡിറൈവ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിന് ഈ പേര് വരുന്നത്. സോ ദിസ് അപ്രോക്സിമേഷൻ ഈസ് ഡിവൈസ്ഡ് ബൈ വിൻസെൽ, ക്രാമർ ആൻഡ് ബ്രില്ലുവിൻ. വിൻസെൽ, ക്രാമർ, ബ്രില്ലുവിൻ എന്ന് പറയുന്ന 3 സയൻറ്റിസ്റ്റാണ് ഈ മെത്തേഡ് ഡിവൈസ് ചെയ്തത്. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ടു ഒബ്റ്റെയിൻ സൊല്യൂഷൻസ് ഓഫ് വൺ ഡയമെൻഷണൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഇറ്റ് ഈസ് എ മെത്തേഡ് ടു ഒബ്റ്റെയിൻ solutions of one dimensional Schrödinger equation. ഇറ്റ് ഡെമോൺസ്ട്രേറ്റ് ഇത് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെയും ക്വാണ്ടം മെക്കാനിക്സിൻ്റെയും തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ബ്രിഡ്ജ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ഡെമോൺസ്ട്രേറ്റ് ദ കണക്ഷൻ ബിറ്റ്വീൻ ക്ലാസിക്കൽ ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ്. It gives the connection between classical and quantum mechanics. അപ്പോൾ ഈ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ഈസ് ബേസ്ഡ് ഓൺ ദ എക്സ്പാൻഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ. ഇപ്പോൾ വേരിയേഷണൽ പ്രിൻസിപ്പിളിലാണെങ്കിലും നമ്മൾ ട്രയൽ ഫംഗ്ഷൻ എടുക്കും, വേവ് ഫംഗ്ഷൻ എടുക്കും, എന്നിട്ടാണ് അതിൻ്റെ സൊല്യൂഷൻസ് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ WKB അപ്രോക്സിമേഷനിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈസ് ബേസ്ഡ് ഓൺ ദ എക്സ്പാൻഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ ഇൻ പവേഴ്സ് ഓഫ് h കെട്ട്. The solution is based on, അല്ലെങ്കിൽ this approximation is based on This approximation is based on expansion of wave function in powers of h hat. ഇനി പവേഴ്സ് ഓഫ് h കട്ടിൻ്റെ ടേംസിൽ വരുമ്പോൾ 0th പവർ ആണെന്നുണ്ടെങ്കിൽ അത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ വേവ് ഫംഗ്ഷൻ ഇൻ പവേഴ്സ് ഓഫ് h കട്ടാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ h കട്ടിൻ്റെ പവർ 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ അത് ക്വാണ്ടം തിയറി, ക്വാണ്ടം മെക്കാനിക്സ്. സെക്കൻഡ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഹയർ ഓർഡർ റിസൾട്ട്സിനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ WKB അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് വേവ് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഇൻ പവേഴ്സ് ഓഫ് h കട്ട്. അപ്പോൾ 0th പവറാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ക്ലാസിക്കൽ മെക്കാനിക്സും, ഫസ്റ്റ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സും, സെക്കൻഡ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഹയർ ഓർഡർ റിസൾട്ട്സുമാണ് നമുക്ക് കിട്ടുന്നത്.
ഇനി നേരത്തെ പറഞ്ഞ പോലെ എച്ച് കട്ടിൻ്റെ പവർ സീറോ ആയിക്കഴിഞ്ഞാൽ എച്ച് കട്ടിൻ്റെ പവർ സീറോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലാസിക്കൽ റിസൾട്ട്സ് ആണ് കിട്ടുന്നത്. Classical results, when the power of H cut is 0, we get classical results, hence it is called classical approximation. ഇനി ഈ മെത്തേഡ് WKB അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ ഇവിടുത്തെ പൊട്ടൻഷ്യൽ, അതായത് ഈ ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സ്ലോലി വേരിയിങ് പൊട്ടൻഷ്യലിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ദിസ് മെത്തേഡ് ഈസ് ആപ്ലിക്കബിൾ ഇൻ എ സ്ലോലി വേരിയിങ് പൊട്ടൻഷ്യൽ. ഇനി ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുക, അത് ഒരു കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യലിൽ V0 ഉള്ളത്. കൺസിഡർ എ സിസ്റ്റം ഇൻ എ കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ V0. അപ്പോൾ ഇവിടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് ദ വൺ ഡയമെൻഷണൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈസ് d square psi by dx square plus k square psi is equal to 0. ഇവിടെ k square എന്ന് പറയുന്നത് d square psi by dx square plus 2m into e minus v of x divided by h cut square into psi equal to 0. d square psi by dx square plus k square psi is equal to 0 അല്ലെങ്കിൽ d square psi by dx square plus 2m into e minus v of x by h cut square into psi. അപ്പോൾ ഇവിടെ k square എന്ന് പറയുന്നത് ഈ ടേമാണ്, where k square is equal to 2m into e minus v of x divided by h cut square. The solution, ഈ നമ്മൾ എഴുതിയ ഫസ്റ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് psi ആണ്. The solution of 1 is psi is equal to എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ e റൈസ് ടു പ്ലസ് ഓർ മൈനസ് i kx. The solution of 1 is psi is equal to exponential plus or minus i kx. ഇനി ഇതിപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ V0 ഇരിക്കുന്നത്. ഇനി ഈ പൊട്ടൻഷ്യൽ വേരിയിങ് ആണെന്നുണ്ടെങ്കിൽ if the potential is not constant, then equation 1 becomes d square psi by dx square plus 2m into e minus v of x by h cut square. ഇവിടെ നമ്മൾ കോൺസ്റ്റൻറ്റ് ഫസ്റ്റ് ഇക്വേഷനിൽ കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ V0 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് v of x അല്ല, V0 ആണ് കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ V0. ഇനി വേരിയിങ് പൊട്ടൻഷ്യൽ ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ നോട്ട് കോൺസ്റ്റൻ്റ് ആകുമ്പോഴത്തേനും അത് v of x വരും. വേരിയിങ് പൊട്ടൻഷ്യൽ വരുമ്പോൾ അത് V0 എന്ന് പറയുന്നത് v of x ആയിട്ട് മാറും. അപ്പോൾ
1 എന്ന് പറയുന്ന ഇക്വേഷൻ ഈ ഫോമിലോട്ട് മാറും. ഇതിനെ നമ്മൾ കെയുടെ ടേംസിൽ എഴുതി കഴിഞ്ഞാൽ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു 0. ഇവിടെ കെ സ്ക്വയർ എന്ന് പറയുന്നത് 2m ഇൻറ്റു ഇ മൈനസ് വി ഓഫ് എക്സ് ബൈ എച്ച് കട്ട് സ്ക്വയർ. ഇവിടെ എല്ലായിടത്തും ഇ മൈനസ് വി ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. അതിനർത്ഥം ഹിയർ ഇഫ് ഇ ഗ്രേറ്റർ ദാൻ വി ഓഫ് എക്സ് ദ സൊല്യൂഷൻ ഓഫ് 1 ഈസ് ഗിവൺ ബൈ solution of 1 is psi is equal to exponential I by h cut s of x. Psi is equal to exponential I by h cut s of x. ഇത് ഇക്വേഷൻ 3. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോഴത്തേനും ഡി സൈ ബൈ ഡി എക്സ് എടുത്തു കഴിയുമ്പോഴത്തേനും എക്സ്പോണൻഷ്യലിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഐ ബൈ എച്ച് കട്ട് ഡി എസ് ബൈ ഡി എക്സ് ഇൻറ്റു എക്സ്പോണൻഷ്യൽ അത് തന്നെ ഐ എച്ച് കട്ട് എസ് ഓഫ് എക്സ്. ഇതിന് നമ്മൾ ഒന്നുകൂടി എഴുതി കഴിഞ്ഞാൽ ഈ ടൈമിന് സൈ എന്ന് എഴുതുക. അതായത് ഐ ബൈ എച്ച് കട്ട് ഡി എസ് ബൈ ഡി എക്സ് സൈ. ഇത് ഡി സൈ ബൈ ഡി എക്സ് ആണ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡി എസ് ബൈ ഡി എക്സ് ഇൻറ്റു സൈ. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് റൂൾ എടുക്കണം. ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു ഡി സ്ക്വയർ എസ് ബൈ ഡി എക്സ് സ്ക്വയർ സൈ പ്ലസ് ഡി എസ് ബൈ ഡി എക്സ് ഇൻറ്റു ഡി സൈ ബൈ ഡി എക്സ്. അത് കഴിഞ്ഞ് ഇനി ഇവിടെ ഡി സൈ ബൈ ഡി എക്സിന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു ഡി സ്ക്വയർ എസ് ബൈ ഡി എക്സ് സ്ക്വയർ സൈ പ്ലസ് ഡി എസ് ബൈ ഡി എക്സ് ഇൻറ്റു ഐ ബൈ എച്ച് കട്ട് ഡി എസ് ബൈ ഡി എക്സ് സൈ. ഐ ബൈ എച്ച് കട്ട് ഇൻറ്റു ഡി സ്ക്വയർ എസ് ബൈ ഡി എക്സ് സ്ക്വയർ സൈ പ്ലസ് ഐ ബൈ എച്ച് കട്ട് ഡി എസ് ബൈ ഡി എക്സ് സൈ. ഐ ബൈ എച്ച് കട്ട്, അപ്പോൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഐ ബൈ എച്ച് കട്ട് ഡി സ്ക്വയർ എസ് ബൈ ഡി എക്സ് സ്ക്വയർ സൈ മൈനസ് 1 ഐയും ഐ സ്ക്വയർ അത് -1 എന്ന് എടുക്കാം. ഐ ബൈ എച്ച് കട്ട് സ്ക്വയർ ഡി എസ് ബൈ ഡി എക്സ് സ്ക്വയർ സൈ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ 4. അപ്പോൾ നമുക്ക് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടി. ഇത് ഇക്വേഷൻ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു 0. Substituting 4 in 1. അപ്പോൾ നമുക്ക് ഈ ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഐ ബൈ എച്ച് കട്ട് ഡി സ്ക്വയർ എസ് ബൈ ഡി എക്സ് സ്ക്വയർ സൈ മൈനസ് 1 ബൈ എച്ച് കട്ട് സ്ക്വയർ ഡി എസ് ബൈ ഡി എക്സ് സ്ക്വയർ സൈ. അപ്പോൾ നമ്മൾ ഡി സ്ക്വയർ സൈ സെക്കൻഡ് ഡെറിവേറ്റീവ് എഴുതി. അത് കഴിഞ്ഞിട്ട് വരുന്ന ടൈം എന്ന് പറയുന്നത് പ്ലസ് കെ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴത്തൊരു എച്ച് കട്ടും മേളിൽ സൈയും ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഒരു എച്ച് കട്ട് സ്ക്വയർ
ബൈ സൈ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇത് എച്ച് കട്ടായി പോയി മേളിലൊരു എച്ച് വരികയും ചെയ്യും, സൈ കട്ടായി പോവുകയും ചെയ്യും. ഇവിടെ എച്ച് കട്ട് സ്ക്വയർ ഉണ്ട്, അപ്പോൾ അത് കട്ടായി പോവും, ഇത് സൈയും പോവും. അപ്പോൾ അതുകൊണ്ട് ഐ എച്ച് കട്ട് സൈ കട്ടായി, എച്ച് കട്ട് കട്ടായി, സൈയും പോയി. ഐ എച്ച് കട്ട് ഡി സ്ക്വയർ എസ് ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എച്ച് കട്ട് സ്ക്വയർ പോയി ഡി എസ് ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇനി ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡി എസ് ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് ഐ എച്ച് കട്ട് ഡി സ്ക്വയർ എസ് ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇത് ഇക്വേഷൻ 5. ഇനി ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എസ് ഓഫ് എക്സിൻ്റെ ഫോമിലാണ്. ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ ഈ എസ് എന്ന് പറയുന്നത് ഇത് എസ് ഓഫ് എക്സ് ആണ്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് എസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എസ് സീറോ ഓഫ് എക്സ് പ്ലസ് എസ് വൺ ഓഫ് എക്സ് എച്ച് കട്ട് പ്ലസ് എസ് ടു ഓഫ് എക്സ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സെട്ര. ഇനി ഇവിടെ ഹയർ ഓർഡർ ടേംസ് നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ neglect the higher order terms neglecting the higher order terms s of x എന്ന് പറയുന്നത് s0 പ്ലസ് s1 of x ഇൻറ്റു എച്ച് കിട്ടും. ഈ എസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് s0 പ്ലസ് s1 ഓഫ് എക്സ് എച്ച് കട്ട് സ്ക്വയർ മൈനസ് ഐ എച്ച് കട്ട് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് s0 പ്ലസ് s1 ഓഫ് എക്സ് എച്ച് കട്ട് മൈനസ് കെ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇനി ഈ രണ്ട് ടേംസിലും നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, അതായത് ഈ ഡെറിവേറ്റീവ് അകത്തോട്ട് കൊടുക്കണം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഡി ബൈ ഡി എക്സ് ഓഫ് s0 പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് s1 എച്ച് കട്ട് സ്ക്വയർ മൈനസ് ഐ എച്ച് കട്ട് ഡി സ്ക്വയർ s0 ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഐ എച്ച് കട്ട് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ s1 ഓഫ് എക്സ് എച്ച് കട്ട്. എച്ച് കട്ട് സ്ക്വയർ ഇവിടെ ഒരു എച്ച് ഉണ്ട്, അപ്പോൾ അത് അകത്തോട്ട് വരുമ്പോൾ എച്ച് കട്ട് സ്ക്വയർ ആവും മൈനസ് കെ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇനി ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്, അപ്പോൾ അത് വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡി സ്ക്വയർ s0 ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2 എച്ച് കട്ട് ഡി s0 ബൈ ഡി എക്സ് ഇൻറ്റു ഡി s1 ബൈ ഡി എക്സ് പ്ലസ് എച്ച് കട്ട് സ്ക്വയർ ഡി s1 ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഐ എച്ച് കട്ട് ഡി സ്ക്വയർ s0 ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഐ എച്ച് കട്ട് ഡി സ്ക്വയർ s1 ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ എച്ച് കട്ട് മൈനസ് കെ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നമുക്ക് s1ൻ്റെ ടേംസ് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഡി s1 ഡിവൈഡഡ് ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയറും ഡി
ഡി സ്ക്വയർ എസ് ബൈ ഡി എക്സ് സ്ക്വയറും ഉണ്ട്. അപ്പോൾ അവിടെ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഈ ഇവിടെ എച്ച് കട്ട് സ്ക്വയറും ഉണ്ട്, ഇവിടെ എച്ച് കട്ട് സ്ക്വയറും ഉണ്ട്. അത് പ്ലസും മൈനസും ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഡി സ്ക്വയർ എസ് സീറോ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2h കട്ട് ഡി എസ് സീറോ ബൈ ഡി എക്സ് ഡി എസ് വൺ ബൈ ഡി എക്സ് മൈനസ് ഐ എച്ച് കട്ട് ഡി എസ് സീറോ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇത്രയും വരും. ഇനി ഈ ടേംസ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എച്ച് കട്ടുണ്ട്, ഇവിടെ എച്ച് കട്ടുണ്ട്. അപ്പം ഈ രണ്ട് ടേംസ് ആദ്യം എഴുതണം. ഡി സ്ക്വയർ എസ് സീറോ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ പ്ലസ് എച്ച് കട്ട് ഇൻറ്റു 2 ഡി എസ് സീറോ ബൈ ഡി എക്സ് ഡി എസ് വൺ ബൈ ഡി എക്സ് മൈനസ് ഐ ഡി ഇത് ഡി സ്ക്വയർ ആണ്, ഡി സ്ക്വയർ എസ് സീറോ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. ഇതിനെ ഇക്വേഷൻ 6 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കെ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടൈമുണ്ട്. അപ്പോൾ ഇവിടെ കെ സ്ക്വയർ നമ്മൾ ഫസ്റ്റ് എഴുതിയ അവിടെ നിന്ന് കെ സ്ക്വയർ എന്ന് പറയുന്നത് 2m ഇൻറ്റു ഇ മൈനസ് വി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ എന്നാണ്. അപ്പോൾ കെ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ എന്ന് പറയുന്നത് ഇൻറ്റു എച്ച് കട്ട് സ്ക്വയർ ഈക്വൽ ടു 2m ഇൻറ്റു ഇ മൈനസ് വി ഓഫ് എക്സ് ആണ് കെ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ഡി സ്ക്വയർ എസ് സീറോ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് 2m ഇൻറ്റു ഇ മൈനസ് വി ഓഫ് എക്സ് പ്ലസ് എച്ച് കട്ട് ഇൻറ്റു 2 ഡി എസ് സീറോ ബൈ ഡി എക്സ് ഇൻറ്റു ഡി എസ് വൺ ബൈ ഡി എക്സ് മൈനസ് ഐ ഡി സ്ക്വയർ എസ് സീറോ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് 7 എന്ന് കൊടുക്കാം. ഇവിടെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ട് പാർട്ടായിട്ടാണ്. ഇത്രയും ഒരു പാർട്ടും ഇത്രയും വേറൊരു പാർട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പാർട്ടും ഇക്വേഷൻ ഏതെങ്കിലും ഒന്ന് ഈക്വൽ ടു 0 ആകണം. ഫോർ ഇക്വേഷൻ 7 ടു ബി വാലിഡ്, കോഎഫിഷ്യൻ്റ് ഓഫ് എച്ച് കട്ട് ഇതിപ്പോൾ കെ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയറിൻ്റെ ടൈമാണ് നമ്മൾ ഈ 2m ഇൻറ്റു ഇ മൈനസ് വി ഓഫ് എക്സ് എന്ന് എഴുതുക. അപ്പോൾ ഇതും കോഎഫിഷ്യൻ്റ് ഓഫ് എച്ച് കട്ട് മസ്റ്റ് വാനിഷ് സെപ്പറേറ്റ്ലി. ഫോർ ഇക്വേഷൻ 7 ടു ബി വാലിഡ് കോഎഫിഷ്യൻ്റ് ഓഫ് എച്ച് കട്ട് മസ്റ്റ് വാനിഷ് സെപ്പറേറ്റ്ലി. അങ്ങനെ വരുമ്പോഴത്തേനും ഡി സ്ക്വയർ എസ് സീറോ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 2m ഇൻറ്റു ഇ മൈനസ് വി ഓഫ് എക്സ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഡി സ്ക്വയർ എസ് സീറോ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2m ഇ മൈനസ് വി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് കെ എച്ച് കട്ട്. ഈ കെ എച്ച് കട്ട് എങ്ങനെയാണ് വന്നത്? നമുക്കിവിടെ കെ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ എന്ന് പറയുന്നതാണ് 2m ഇൻറ്റു ഇ മൈനസ് വി ഓഫ് എക്സ്. അപ്പോൾ ഇത് കെ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ 2m ഇൻറ്റു ഇ മൈനസ് വി എക്സ് 2m ഇൻറ്റു ഇ മൈനസ് വി എക്സ് കെ സ്ക്വയർ എച്ച് കട്ട് സ്ക്വയർ. ഇനി ഡി എസ് സീറോ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2m ഇൻറ്റു ഇ മൈനസ് വി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് കെ എച്ച് കട്ട്. അപ്പോൾ ഇവിടെ ഡി എസ് സീറോ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് കെ എച്ച് കട്ട്, ഡി എസ് സീറോ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് കെ എച്ച് കട്ട് ഡി എക്സ്. ഇതിനെ ഈ ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ഇൻ്റഗ്രേറ്റിംഗ്
S0 എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ഇൻ്റഗ്രൽ കെ എച്ച് കട്ട് ഡി എക്സ്. ഈ കെ എച്ച് കട്ട് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് 2m ഇൻറ്റു ഇ മൈനസ് വി ഓഫ് എക്സ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് 2m ഇൻറ്റു ഇ മൈനസ് വി ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. S0യുടെ വാല്യൂ ആണ് നമുക്ക് ഈ കിട്ടിയത്. ഇത് ഇക്വേഷൻ 8 എന്നും ഇതിന് 9 എന്നും വിളിക്കാം. രണ്ടും ഒരു S0യുടെ തന്നെ രണ്ട് ഫോമാണ്. ഇനി സെക്കൻഡ് പാർട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടാണ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇനി സെക്കൻഡ് പാർട്ട് ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇത് എച്ച് കട്ടിൻ്റെ കോഎഫിഷ്യൻ്റാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഇത് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ 2 ds0 ബൈ ഡി എക്സ് ഇൻറ്റു ds1 ബൈ ഡി എക്സ് മൈനസ് ഐ ഡി സ്ക്വയർ S0 ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ds0 ബൈ ഡി എക്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്ലസ് ഓർ മൈനസ് കെ എച്ച് കട്ട്. അപ്പോൾ 2ds ഇതിന് പകരം ds0 ബൈ ഡി എക്സിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, പ്ലസ് ഓർ മൈനസ് കെ എച്ച് കട്ട്. അത് കഴിഞ്ഞ് ds1 ബൈ ഡി എക്സ് അതുപോലെ തന്നെ മൈനസ് ഐ അഗെയിൻ ds0 ബൈ ഡി എക്സ് സ്ക്വയർ. അത് ഇവിടുന്ന് അതിനെ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി ബൈ ഡി എക്സ് S0 എന്ന് എഴുതാം. അപ്പോൾ 2 ഇൻറ്റു പ്ലസ് ഓർ മൈനസ് കെ എച്ച് കട്ട് ds1 ഡിവൈഡഡ് ബൈ ഡി എക്സ് മൈനസ് ഐ ഡി ബൈ ഡി എക്സ് ഓഫ് പ്ലസ് ഓർ മൈനസ് കെ എച്ച് കട്ട് ഈക്വൽ ടു 0. അതായത് 2 ഇൻറ്റു പ്ലസ് ഓർ മൈനസ് കെ എച്ച് കട്ട് ds1 ബൈ ഡി എക്സ് മൈനസ് ഐ എച്ച് കട്ടിന് പുറത്തെടുക്കണം. എച്ച് കട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് കെ ഈക്വൽ ടു 0. ഇനി ഈ ഇക്വേഷൻ ഇപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 പ്ലസ് ഓർ മൈനസ് കെ എച്ച് കട്ട് ds1 ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഡി കെ ബൈ ഡി എക്സ്. ഇനി ds1 ബൈ ഡി എക്സ് എടുത്തു കഴിഞ്ഞാൽ ഐ എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2 കെ എച്ച് കട്ട് ഡി കെ ബൈ ഡി എക്സ്. ഇവിടെ ഡി എക്സും കട്ടായി കഴിഞ്ഞാൽ ds1 എന്ന് പറയുന്നത് ഐ ബൈ 2 കെ ഡി കെ ഡി എക്സും കട്ടായിപ്പോയി, എച്ച് കട്ടും കട്ടായിപ്പോയി. ഇനി ഇവിടെ S1 ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ഇൻ്റഗ്രേഷൻ S1 എന്ന് പറയുന്നത് ഐ ബൈ 2 ln k. ഇവിടെ രണ്ടിടത്ത് നമ്മളൊരു ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ S1 ഈസ് ഈക്വൽ ടു മൈനസ് 1/2 ln k. എക്സ്പോണൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ ടേക്ക് എക്സ്പോണൻഷ്യൽ S1 ഈസ് ഈക്വൽ ടു ഈ ln kനെ നമുക്ക് ln k റൈസ് ടു മൈനസ് 1/2 എന്ന് എഴുതാം. അപ്പോൾ k റൈസ് ടു മൈനസ് 1/2 മാത്രം വരും. എക്സ്പോണൻഷ്യൽ S1 എന്ന് പറയുന്നത് k റൈസ് ടു മൈനസ് ഹാഫ്. ഇവിടെ നമുക്ക് S1ൻ്റെ വാല്യൂം കിട്ടി, ഇവിടെ എക്സ്പോണൻഷ്യൽ S1ൻ്റെ വാല്യൂം കിട്ടി. നമ്മളിവിടെ ഇപ്പം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ S0യുടെയും S1ൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് വന്നപ്പോഴത്തേനും നമുക്കൊരു ഇക്വേഷൻ കിട്ടി. അതിൽ രണ്ട് പാർട്ടായിട്ട് എടുത്തപ്പോഴത്തേനും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്
എസിൻ്റെ ടേംസിലാണ്. അതിന് S0 S1 S2 അങ്ങനെയുണ്ട്. ഹയർ ഓർഡർ ടേംസ് നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ S0 S1 വരും. അപ്പം ആ S0 S1 ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി ഇതിൻ്റെ വാല്യൂ തിരിച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും. അപ്പം നമുക്കുള്ള സൊല്യൂഷൻ ഫസ്റ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ദ സൊല്യൂഷൻ ഓഫ് വൺ ഡയമെൻഷണൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, ദാറ്റ് ഈസ് ഇക്വേഷൻ 1 ഈസ് psi ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് എ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എ എക്സ്പോണൻഷ്യൽ ഐ ബൈ എച്ച് കട്ട് എസ് ഓഫ് എക്സ്. ഇതായിരുന്നു സൊല്യൂഷൻ. അത് നമ്മൾ ഫസ്റ്റ് എഴുതി നോക്കിയാൽ മനസ്സിലാവും. ദ സൊല്യൂഷൻ ഓഫ് 1 ഈസ് സൈ എന്ന് പറയുന്ന ഒരു എ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഐ ബൈ എച്ച് കട്ട് എസ് ഓഫ് എക്സ്. അതായിരുന്നു സൊല്യൂഷൻ എന്ന് പറയുന്നത്. എ എക്സ്പോണൻഷ്യൽ ഐ ബൈ എച്ച് കട്ട് എസ് ഓഫ് എക്സ്. ഇവിടെ എസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? S0യുടെയും S1ൻ്റെയും ടേംസ് ആണ്. എ എക്സ്പോണൻഷ്യൽ ഐ ബൈ എച്ച് കട്ട് S0 ഓഫ് എക്സ് പ്ലസ് S1 ഓഫ് എക്സ് ഇൻറ്റു എച്ച് കട്ട്. അപ്പം ഇത് എക്സ്പോണൻഷ്യൽ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ എക്സ്പോണൻഷ്യൽ ഐ ബൈ എച്ച് കട്ട് S0 ഓഫ് എക്സ് ഇൻറ്റു എക്സ്പോണൻഷ്യൽ ഐ S1 ഓഫ് എക്സ് സൈ ഈക്വൽ ടു ഇവിടെ സംഭവിച്ചത് ഈ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് ഐ S0 ബൈ എച്ച് കിട്ടും. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഐ S1 എച്ച് കെട്ടും കട്ടായി പോകും. ഐ S1 ഓഫ് എക്സ് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച S0യുടെയും S1ൻ്റെയും വാല്യൂ ഇടണം. S0 എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ഇൻ്റഗ്രൽ കെ എച്ച് കട്ട് ഡി എക്സ് ആണ്. S1 എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ S1 എന്ന് പറയുന്നത് കെ റൈസ് ടു മൈനസ് ഹാഫ് ആണ്. അപ്പോൾ എ എക്സ്പോണൻഷ്യൽ ഐ എച്ച് കട്ട് S0 എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ഇൻ്റഗ്രൽ കെ എച്ച് കട്ട് ഡി എക്സ് പ്ലസ് ഓർ മൈനസ് ഇൻ്റഗ്രൽ കെ എച്ച് കട്ട് ഡി എക്സ് ഇൻറ്റു എക്സ്പോണൻഷ്യൽ ഐ S1 എന്ന് പറയുന്നത് കെ റൈസ് ടു മൈനസ് ഹാഫ് സൈ. ഈ ഇക്വേഷൻ ഒന്നുകൂടി എഴുതി കഴിഞ്ഞാൽ സൈ ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ കെ റൈസ് ടു ഹാഫ് എക്സ്പോണൻഷ്യൽ ഐ ബൈ എച്ച് കട്ട് പ്ലസ് ഓർ മൈനസ് ഇൻ്റഗ്രൽ കെ എച്ച് കട്ട് ഡി എക്സ്. ഇവിടെ എച്ച് കട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എ ബൈ കെ റൈസ് ടു ഹാഫ് എക്സ്പോണൻഷ്യൽ ഐ പ്ലസ് ഓർ മൈനസ് ഇൻ്റഗ്രൽ കെ ഡി എക്സ്. ഇതാണ് നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. This is the general equation of Schrödinger equation for a system of particle in a varying potential V of x, where ഈ എക്സ്പ്രഷനിൽ എ എന്ന് പറയുന്നത് where a is a constant. This is the general solution for a particle or a system in a varying potential. പിന്നെ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു ടൈംസ് വൺ വിത്ത് ഈച്ച് സൈൻ. ഇവിടെ പ്ലസും മൈനസും ഉണ്ടല്ലോ, അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാൽ രണ്ട് ഇക്വേഷൻ കിട്ടും. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ. ദ ജനറൽ സൊല്യൂഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു ടൈംസ് വൺ വിത്ത് ഈച്ച് സൈൻ. ഇവിടെ കെ എന്ന് പറയുന്നത് വേവ് വെക്റ്ററാണ്, അത് റിയൽ ആണ്. സോ ദ സൊല്യൂഷൻ ഈസ് ഓസിലേറ്ററി. ഹിയർ
k is wave vector, it is real, hence the solution is oscillatory. ഇനി പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി സൈ സ്റ്റാർ ആണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സൈ എന്ന് പറയുന്നത് ഈ ടേം, സൈ സ്റ്റാർ എന്ന് പറയുന്നത് ഇതിൻ്റെ കോഞ്ചുഗേറ്റ് ആയിട്ട് വരും. ഇതാണ് സൈ സ്റ്റാർ എന്ന് പറയുന്നത്. ഇവിടെ പ്ലസ് ഓർ മൈനസ് എന്നുള്ളത് ഇവിടെ മൈനസ് ഓർ പ്ലസ് ആയിട്ട് വരും. ഈ ഐ നമുക്ക് അകത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഈ എക്സ്പോണൻഷ്യൽ ടേംസ് രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അത് കട്ടായി പോകും, പോയിട്ട് എയും ഈ ഡിനോമിനേറ്ററിലെ ടേമും വരും. ഇവിടെ വേവ് വെക്ടർ കെ എന്ന് പറയുന്നത് പി ബൈ എച്ച് കട്ടാണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതാണ് സൈ സ്റ്റാർ എന്ന് പറയുന്നത്. ഇവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റിയാണ്. പിന്നെ ക്ലാസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഒരു റീജിയനിൽ സ്പെൻഡ് ചെയ്ത ടൈം എന്ന് പറയുന്നത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി. ക്ലാസിക്കലി സ്പീക്കിംഗ് ദ ടൈം സ്പെൻഡ് ബൈ എ പാർട്ടിക്കിൾ ഇൻ എ റീജിയൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി. പിന്നെ ക്വാണ്ടം മെക്കാനിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾ ക്യാൻ പെനിട്രേറ്റ് ഡിസലൗഡ് റീജിയൻ. ഈ ഡിസലൗഡ് റീജിയനിൽ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇ എന്ന് പറയുന്നത് വി ഓഫ് എക്സിനേലും ലെസ് ആയിരിക്കുമ്പോഴാണ്. അതായത് ഇതൊരു പൊട്ടൻഷ്യൽ വി ഓഫ് എക്സ് പൊട്ടൻഷ്യലുള്ളൊരു ബാരിയർ ആണെന്നുണ്ടെങ്കിൽ അതിന് ഇ എപ്പോഴാണ് ഇ ഗ്രേറ്റർ ദാൻ വി ഓഫ് എക്സ് ആകുമ്പോഴാണ് പാസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് ഈ ലെസ് ദാൻ ഓഫ് വി ഓഫ് എക്സ് ആകുമ്പോൾ സാധാരണ റിഫ്ലക്റ്റ് ചെയ്തു പോകും, എന്നാൽ പാസ് ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്കലി ആകുമ്പോഴാണ്. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഗാമ സ്ക്വയർ സൈ സിക്കൽ ടു 0. നേരത്തെ നമുക്ക് നോർമലി കിട്ടിയത് കെ സ്ക്വയർ സൈ ആയിരുന്നു, ഇവിടെ ഗാമ സ്ക്വയർ സൈ വരും. ഇനി ഗാമ സ്ക്വയർ വരുമ്പോൾ നേരത്തെ ഇ ആയിരുന്നു ഗ്രേറ്റർ, ഇനി വി ഗ്രേറ്റർ ആയിട്ട് വരും. ഇത് ജസ്റ്റ് തിരിഞ്ഞു വരും. 2m ഇ മൈനസ് വി ആയിരുന്നു, അത് വി മൈനസ് ഇ ആയിട്ട് വരും. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ദ സൊല്യൂഷൻ ഓഫ് 12 ഈസ്, നേരത്തെ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൈ ഈസിക്കൽ ടു എ ബൈ കെ റൈസ് ടു ഹാഫ് ആയിരുന്നു. ഇവിടെ ബി ബൈ ഗാമ റൈസ് ടു ഹാഫ് എക്സ്പോണൻഷ്യൽ പ്ലസ് ഓർ മൈനസ് ഇൻ്റഗ്രൽ കെ ഡി എക്സ് ആയിരുന്നു അവിടെ, ഇവിടെ ഗാമ ഡി എക്സ് വരും. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഈ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇസ് എ കോമ്പിനേഷൻ ഓഫ് 2 ടേംസ്. ഇവിടെ പ്ലസും മൈനസും ഉണ്ട്, അപ്പോൾ 2 ടേംസിൻ്റെ കോമ്പിനേഷനാണ്. ഒരെണ്ണം എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആയിരിക്കും, ഒരെണ്ണം ഡിക്രീസിങ് ആയിരിക്കും. ഇവിടെ ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ വി ഓഫ് എക്സ് ആയിരിക്കുമ്പോൾ അതിന് ഫൈനൈറ്റ് എക്സ്റ്റെൻ്റ് ആണ്, അത് ആ ഇൻക്രീസിങ് കേസിനെയാണ് കാണിക്കുന്നത്. ഇനി ഇ ഈക്വൽ ടു വി ഓഫ് എക്സ് ആകുമ്പോഴത്തേനും ഇ ഈക്വൽ ടു വി ഓഫ് എക്സ് ആയിക്കഴിഞ്ഞാൽ കെയും ഗാമ എന്ന് പറയുന്നത് ടെൻസ് ടു 0. കെ ഇവിടെ നമ്മുടെ സൊല്യൂഷനിലുള്ള കെയും ഗാമയും ടെൻസ് ടു 0 ആവും. അപ്പോൾ കെയും ഗാമ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഇവിടെ ഗാമ 0 ആയിക്കഴിഞ്ഞാൽ സൈ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്രോക്സിമേഷൻ വിൽ ഫെയിൽ. അപ്പോൾ ഈ ഇ ഈസ് ഈക്വൽ ടു വി ഓഫ് എക്സ് എന്ന് പറയുന്ന പോയിൻറ്റിനെയാണ് ക്ലാസിക്കൽ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ക്ലാസിക്കൽ ടേണിംഗ് പോയിൻറ്റിൽ പാർട്ടിക്കിൾസ് പൊട്ടൻഷ്യലിൽ സ്റ്റോപ്പ് ആവുകയും അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് WKB അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിനെ വേരിയിങ് പൊട്ടൻഷ്യൽ കൺസിഡർ ചെയ്ത് WKB അപ്രോക്സിമേഷനിൽ ആദ്യം നമ്മളൊരു ഇൻട്രോ പാർട്ട് പറഞ്ഞ്, പിന്നെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ പറഞ്ഞ്, അതിൻ്റെ സൊല്യൂഷൻസ് പറഞ്ഞ്, അത് കഴിഞ്ഞ് സൈ നമ്മളെടുത്ത്, സൈ എന്ന് പറയുന്നതാണ് സൊല്യൂഷൻ, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തിട്ട് ആ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന്, എന്നിട്ട് ആ റീഅറേഞ്ച് ചെയ്ത ഇക്വേഷൻ്റെ സൊല്യൂഷൻ എസിൻ്റെ ടേംസിലാണ്. അപ്പോൾ എസ് എന്ന് പറയുന്നത് S0 S1 അങ്ങനെ അതിൻ്റെ ടേംസിലാണ്. അവിടുന്ന് S0യും S1ഉം കണ്ടുപിടിച്ച് അതിനുശേഷം അത് ആ സൊല്യൂഷൻ സൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അങ്ങനെ സൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും ടേംസിൽ 2 ഇക്വേഷൻസ് കിട്ടും. പ്രോബബിലിറ്റി ഡെൻസിറ്റി കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ ഫൈനലി കൺക്ലൂഷൻ, അതായത് ഇ ലെസ് ദാൻ വി ഓഫ് എക്സിൻ്റെ കേസും ഇ ഈസ് ഈക്വൽ ടു വി ഓഫ് എക്സിൻ്റെ കേസും പറയും. അവിടെ കെയും ഗാമയും ടെൻസ് ടു 0 ആകുമ്പോൾ സൈ ഇൻഫിനിറ്റിയിലോട്ട് പോകും. അപ്പോൾ അപ്രോക്സിമേഷൻ ഫെയിൽ ആവും. ഈ പോയിൻറ്റിനെയാണ് ഈസ് ഈക്വൽ ടു വി ഓഫ് എക്സ് എന്ന പോയിൻറ്റിനാണ് ക്ലാസിക്കൽ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ പോകുന്നത് സ്റ്റോപ്പ് ആവുകയും അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ആവുകയും ചെയ്യും.
ഇതാണ് WKB അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്.